ചില ആൾക്കാർ വീട്ടിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, പാട്ട് പാടുന്നു, റാൻഡം ഡാൻസ് മൂവ്മെന്റ്സ്, അതല്ല ഒരു ടോപ്പിക്ക് ന്യൂസിലെങ്ങാനും ഒരു ടോപ്പിക്ക് കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ശക്തമായിട്ട് വാചാലമായിട്ട് സംസാരിക്കുന്നു എന്ന് വേണ്ട, ഫുൾ ഓഫ് എനർജി, ഫുൾ ഓഫ് കോൺഫിഡൻസ്. പക്ഷേ പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വായിൽ നാവുണ്ടോ എന്ന് തപ്പി നോക്കണം. എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡിഫറൻസ്? വിത്തിൻ ദി ഹോം വളരെ കോൺഫിഡൻ്റ് ആണ്, ഐ എം റെഡി ടു ഡു എനിത്തിങ് എന്നുള്ളൊരു മോഡാണ്. നേരെ മറിച്ച് പുറത്തിറങ്ങുമ്പോൾ വളരെ ക്വയറ്റ് ആകുന്നു. സോ നിങ്ങൾ ഇത്തരത്തിലൊരാളാണോ? അതല്ല നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലോ ആരെങ്കിലും ഇത്തരത്തിലൊരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. So my name is Dr. Adya and I'm a psychologist. Stay with me to break the wall between the indoor confidence and the outdoor silence. So പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കുറച്ചെങ്കിലും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഡിസ്റ്റർബ്ഡ് ആകുന്നത്? സംസാരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു ഫിയർ എന്ന് പറയുന്നത്? ഇറ്റ്സ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? വീട്ടിൽ നമുക്ക് ആ ഒരു ധാരണയില്ലല്ലോ അല്ലേ? ഇറ്റ്സ് ആ സേഫ് പ്ലേസ്, അതുകൊണ്ട് നമ്മൾ എന്തും പറയും, എന്തും ചെയ്യും വിത്ത് ഫുൾ കോൺഫിഡൻസ്. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മോർ ദാൻ അബൌട്ട് വാട്ട് യു തിങ്ക് യുവർ സെൽഫ്, യു കൺസിഡർ അതേഴ്സ്. എന്തായിരിക്കും മറ്റുള്ളവർ എന്നെ കുറിച്ച് വിചാരിക്കുക? ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാകുമോ? അല്ല എൻ്റെ ആക്സെന്റ് അവർക്ക് ബോധിക്കാതെ പോവുമോ? അങ്ങനെ ഒരു 150 ചോദ്യമാണ് അബൌട്ട് വാട്ട് അതേഴ്സ് ആർ തിങ്കിങ് അബൌട്ട് യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോബഡി ഈസ് ബോതേർഡ്. അല്ലെങ്കിൽ ഈവൻ ഇഫ് ദേ ആർ ബോതേർഡ്, തിങ്ക് അബൌട്ട് ദിസ് വേ, they have 100 other people around you. Why should they be thinking about you from morning to the evening? ഒരു കാര്യമില്ല അല്ലേ? അപ്പോൾ don't think much about others, start thinking about yourself. So ഇന്ന് മുതൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ഫസ്റ്റ് ഡേ തന്നെ സ്റ്റേജിൽ പോയി പ്രസംഗിക്കാനല്ല, നേരെ മറിച്ച് ഒരു ഹായ്, ഹലോ അല്ലെങ്കിൽ ഒരു താങ്ക് യു, അത്തരത്തിൽ ഷോർട്ട് ഇനിഷ്യേറ്റീവ്സ് എടുക്കുക. ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു ഗ്രൂപ്പ് കാണുമല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താണെന്നുണ്ടെങ്കിലും ശരി, അല്ല നമ്മൾ പഠിക്കുന്നിടത്താണെങ്കിലും ശരി, നമ്മുടെ കംഫർട്ട് സോണിൽ അല്ലാത്ത നമ്മൾക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരോട് ഒരു ഹായ്, ഹലോ, താങ്ക് യു, ഗുഡ് ഡേ, അങ്ങനെ വളരെ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ഒരു വാക്കായിരിക്കാം, ബട്ട് ട്രൈ ഡൂയിങ് ഇറ്റ് എവറി ഡേ. അതേപോലെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് look at the mirror and say that you may not be a cup of tea. എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആവണമെന്ന് നിർബന്ധമില്ല. Rather, you might be the favorite filter coffee for someone. അപ്പോൾ എല്ലാവരെയും വിചാരിച്ച് കുറച്ച് പേരെ നമ്മൾ നിരാശപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലേ? സോ സ്റ്റാർട്ട് ടോക്കിംഗ് ഫ്രം ടുഡേ. നമ്മുടെ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യുന്ന രണ്ടാമത്തെ വില്ലൻ ആരാന്ന് അറിയാമോ? ഓവർ തിങ്കിങ്ങും കമ്പാരിസണും. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി തന്നെ പിന്നെ പറയേണ്ട കാര്യമില്ല അല്ലേ? കാരണം പല ആൾക്കാരാണ് ഒരേ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടാലൻസിനെ കുറിച്ച് ഷോക്കേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സംശയമാണ്, അയ്യോ ഇത്രയും പേരൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകുമോ എന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഇവിടുത്തെ ബിസിനസ് ഒക്കെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ബ്രാൻഡ് വെച്ചേ കാണത്തുള്ളൂ അല്ലേ? അല്ലാതെ ഒരു മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് വരത്തില്ല. So understand one thing, people are not bothered about what you are presenting. Your originality is what that matters. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രസന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളത് പ്രസന്റ് ചെയ്യുക. ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് സംബഡി എൽസ്, റാദർ യു ക്യാൻ കമ്പയർ വിത്ത് യുവർ സെൽഫ്. ഇന്നലെ ഞാൻ ചെയ്തതിൽ നിന്നും ഇന്ന് എന്തൊക്കെയാണ് ബെറ്റർ ആയത്, അല്ലെങ്കിൽ എനിക്ക് നാളെ കുറച്ചും കൂടെ എങ്ങനെ ബെറ്റർ ആകാം എന്നുള്ളതിനെ കുറിച്ചാണ് നിങ്ങൾ കമ്പാരിസൺ നടത്തുന്നതെങ്കിൽ ദാറ്റ് മേക്ക് മോർ സെൻസ്. ഓവർ തിങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയേണ്ട കാര്യമല്ലല്ലോ അല്ലേ? ഒരു നിസ്സാര കാര്യം മതി, പിന്നെ അതിനെ ചിന്തിച്ചു കൂട്ടി അങ്ങനെ പോകും. വൈ? ബിക്കോസ് വി ട്രൈ ടു പ്ലീസ് അതേഴ്സ്. സ്റ്റോപ്പ് പ്ലീസിങ് അതേഴ്സ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണ് ടാലൻറ്റ്, നിങ്ങൾക്ക് വളർത്താൻ ആഗ്രഹം, അതിനെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുക. സോ ഐഡിയൽ ടൈം നമ്മൾക്ക് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ഡെഫിനറ്റ്ലി ഓവർ തിങ്ക്. സോ സ്റ്റോപ്പ് ഗിവിങ് യുവർ സെൽഫ് ആ ഒരു ലൂസ് ടൈംസ്. റാദർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളെ എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് നോ പ്രോബ്ലം. മൂന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല,
ആ ഒരു പെർഫെക്ഷനിസം. നമുക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ? ആ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. സ്പെഷ്യലി മലയാളീസിനെ സംബന്ധിച്ച് പെർഫെക്ഷനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ഡോണ്ട് വോണ്ട് ടു ഫീൽ എംബാരസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. എന്താണ് ഇനിയിപ്പോൾ നാളെ എന്നെക്കുറിച്ച് അവർ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആൾക്കാർ നമ്മളെ ഉൾക്കൊള്ളുന്നത്, നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചായിരിക്കും എല്ലാവരും സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളെ വളരെയധികം അലട്ടുന്ന കാര്യമാണ്. ഇവിടെയാണ് സത്യത്തിൽ പേർളി മാണിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പേർളിയുടെ തന്നെ ബ്ലൂപ്പേഴ്സ് എത്രയാണെന്ന് നോക്കിയേ. ഇഫ് ഷീ മേക്സ് എ മിസ്റ്റേക്ക്, ഷീ അക്സെപ്റ്റ്സ് ഇറ്റ്സ്. ഓക്കെ ഫൈൻ, വാട്ട് ഈസ് റോങ് ഇൻ ഇറ്റ് അല്ലേ? അതാണ് ഒരു റിയൽ സെൽഫ് എന്ന് പറയുന്നത്. റാദർ നമ്മൾ തെറ്റ് പറ്റുന്നത് മനുഷ്യ സഹജമാണ്, അത് നമ്മൾ ഉൾക്കൊള്ളുക. തെറ്റ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നും ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തു, അത് നാളെ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ we need to think ourselves. പക്ഷേ if you are making a mistake, say sorry or accept the mistake and you start learning from that. അങ്ങനെ പഠിക്കുന്നവർക്ക് മാത്രമേ നമ്മളുടെ മിസ്റ്റേക്സിൽ നിന്നും വളരാനായിട്ട് സാധിക്കുകയുള്ളൂ, എവിടെയെങ്കിലും എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ തെറ്റ് പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നിടത്ത് ഇരിക്കാനേ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മസിൽസ് പോലെ തന്നെയാണ്. ഉപയോഗിക്കാതിരിക്കും തോറും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. സ്പെഷ്യലി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലോങ് ഗ്യാപ്പ് ഇയർ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, പിന്നീട് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പല ഇൻ്റർവ്യൂസിന് പോകുമ്പോഴത്തേക്ക് ഒരു ലോങ് ഗ്യാപ്പ് ഇയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർക്കൊരു മടി? ഇറ്റ്സ് ബിക്കോസ് ആ ഒരു ഗ്യാപ്പ് ഇയർ, ആ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, നമുക്ക് എത്രത്തോളം ആ ഒരു ഗ്യാപ്പിലുള്ള നടന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടു എന്ന് കമ്പനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, റിയൽ ലൈഫ് പ്രാക്ടീസ്. ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് ടു ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, വീണ്ടും 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 നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇൻ റിയൽ ലൈഫ്. ഒന്നും വേണ്ട, നമുക്ക് ഹോട്ടലിലൊക്കെ പോകാത്തവർ വളരെ കുറവാണ് അല്ലേ? ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ ഒന്ന് ഹോട്ടലിൽ പോകും, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ഓൺലൈൻ ഓർഡർ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്ന ഫുഡ് സമയത്തിന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഡെലിവറി പേഴ്സൻ്റെ അടുത്ത് പറയുക, ഓ താങ്ക് യു സോ മച്ച്, നിങ്ങൾ സമയത്ത് എത്തിയല്ലോ. അതല്ല, ഹോട്ടലിൽ പോകുന്നു, ഇഷ്ടപ്പെട്ടു ഭക്ഷണമെങ്കിൽ ആ ഒരു വെയിറ്ററിൻ്റെ അടുത്ത് ആ ഒരു അപ്രിസിയേഷൻ പറയുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് യുവർ സെൽഫ് കോൺഫിഡൻറ്റ് ടു ടോക്ക് ഇൻ ദി ബിഗ് സ്റ്റേജ്. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ബിഗ് സ്റ്റേജിൽ ഇത് അല്ല. സ്റ്റാർട്ട് വിത്ത് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ഫ്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിൽ നമ്മൾ 100,000 വാക്കുകളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു ടങ് ട്വിസ്റ്റ് ആണ്. ആ ഒരു ട്വിസ്റ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ കോൺവെർസേഷൻ. ആൻഡ് ഓൾസോ ഇഫ് യു ഫീൽ ദാറ്റ് ഇതൊക്കെ കുറച്ച് വളരെ ലിമിറ്റഡ് ആണ്, ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ട്രൈ ജോയിനിങ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്. ഇപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ആൻഡ് ഏജ് അവിടെ ഒരു ബാറേ അല്ല, നമുക്ക് ഏതൊരു ഏജ് ലിമിറ്റിലും നമുക്ക് ഇത്തരത്തിലുള്ള പബ്ലിക് സ്പീക്കിംഗ് ക്ലബിലൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. സോ ഇഫ് യു ഫീൽ ദാറ്റ് യു നീഡ് എ പ്രൊഫഷണൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, ഉറപ്പായിട്ട് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്. വീട്ടിൽ ബോൾഡ് ആയിട്ട് ഇരിക്കാൻ വളരെ ഈസിയാണ്, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ബോൾഡ് ആവണമെങ്കിൽ അല്പസ്വല്പം കറേജ് വേണം. കറേജ് റെഡിമെയ്ഡ് ആണോ? ഒരിക്കലുമല്ല. ഇഫ് പീപ്പിൾ ആർ പ്രസന്റിങ് ദംസെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. പക്ഷേ they have made it a point to start conversation. പല awkward moments-ഉം അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, പക്ഷെ they were never embarrassed of how others are going to judge them. Rather, they focused on themselves. They focused on how to cover up from their mistakes and learn something new for tomorrow. So, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു കോൺഫിഡൻസിനെ ചാനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു 7 ചാലഞ്ചസ് കൊടുത്തേക്കാം. ട്രൈ ഡൂയിങ് ദാറ്റ്. ഒരു ദിവസം ഒന്നെന്നുള്ള രീതിയിൽ ഒരു 7 ദിവസം സ്ലോലി ആൻഡ് സ്റ്റഡിലി ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇഫ് ദാറ്റ് ഈസ് എഫക്റ്റീവ് ഫോർ യു, ഡു ലെറ്റ് മീ നോ. ആൻഡ് ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇഫ് യു ലൈക്ഡ് ഇറ്റ്, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.